إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل وسلم على محمد وعلى آل محمد اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്യാമ്പുകളിലൊക്കെ സംസാരിച്ചു വന്ന പ്രവാചക ചരിത്രത്തിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് ഹൂദ് അലൈഹിസ്സലാമിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനതയായ ആദിനെക്കുറിച്ചുമായിരുന്നു. ഇന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ മഹാപ്രളയത്തിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണവും സഹായവും ലഭിച്ച ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകൾ മാത്രമാണ് ഭൂമുഖത്ത് അവശേഷിച്ചത്. അവരിൽ നിന്നുണ്ടായ പിൻതലമുറയാണ് ആദ് സമുദായം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. അവരെയും അവരുടെ അവിശ്വാസത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഒക്കെ ഫലമായി അള്ളാഹു ശിക്ഷക്ക് വിധേയമാക്കി. ആദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട ഹൂദ് അലൈഹിസ്സലാമും വിശ്വസിച്ച കുറച്ച് ആളുകളും മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. അവരിൽ നിന്ന് പിന്നീട് വന്ന തലമുറയാണ് സമൂദ് ഗോത്രം. നൂഹ് നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇടക്ക് വന്ന രണ്ട് പ്രധാന ജനവിഭാഗങ്ങളാണ് ആദും സമൂദും. ഈ സമൂദിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ അത് പ്രവാചകന്മാരുടെയും അദ്ദേഹത്തിൻ്റെ പ്രബോധിതരുടെയും ചരിത്രമാണ്. പ്രവാചകൻ നടത്തിയ പ്രബോധനത്തിൻ്റെയും അതിനുള്ള പ്രതികരണങ്ങളുടെയും അതിൻ്റെ പരിണിതിയുടെയും ഒക്കെ ചരിത്രമാണ്. ഖുർആൻ ഇത്തരത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം വളരെ കൂടുതലൊന്നുമില്ല. 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. അതിൽ ചില ആളുകളുടെ പേര് മാത്രം പറഞ്ഞിട്ടുള്ളവരുണ്ട്. ചില പ്രവാചകന്മാരുടെ ചരിത്രം അല്പം വിശദമായി പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. അൽ ഹിജ്ർ എന്ന പേരിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേര് ഈ സമൂദ് ഗോത്രത്തിൻ്റെ നാടിൻ്റെ പേരാണ്. അൽ ഹിജ്ർ. ഹിജ്ർ സൂറത്തിൻ്റെ 80-ാമത്തെ ആയത്തിൽ അസ്ഹാബുൽ ഹിജ്ർ എന്ന് അവരെ അള്ളാഹു പരിചയപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഹിജ്റാണ് അവരുടെ നാട്. ഈ ഹിജ്ർ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്ന വഴിയിൽ ഈ രണ്ട് പ്രധാന പട്ടണങ്ങളുടെ ഏകദേശം മധ്യഭാഗത്താണ്. ആ വഴിയുടെ മധ്യത്തിലാണ്. മുമ്പ് കാലത്ത് അറബികൾ വാണിജ്യാർത്ഥം ഒട്ടക സംഘങ്ങളുമായി യാത്ര ചെയ്തിരുന്ന വലിയ ദീർഘമായ ഒരു ഒട്ടകപ്പാതയാണ് യമൻ മുതൽ സിറിയ വരെ. അത് മആൻ എന്ന സ്ഥലത്തെത്തിയ പിന്നെ വലത്തോട്ട് പിന്നെ സിറിയയിലേക്കും ഇടത്തോട്ട് മിസ്റിലേക്കും തിരിഞ്ഞു പോകുന്ന വലിയൊരു വാണിജ്യപാത ഉണ്ടായിരുന്നു. ആ പാതയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ആദ് നബിയുടെ സമുദായം താമസിച്ച സ്ഥലം, ആദ് ഗോത്രം താമസിച്ച സ്ഥലം, അതുപോലെ സ്വാലിഹ് നബിയുടെ ഗോത്രം സമൂദ് താമസിച്ച സ്ഥലം, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത താമസിച്ചിരുന്ന ചാവുകടൽ പ്രദേശം ഒക്കെ. അതുകൊണ്ട് അത് അറബികൾക്ക്, മക്കയിലും മദീനയിലുമുള്ള അറബികൾക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണ്. അവരവരുടെ യാത്രാ മധ്യേ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളെക്കുറിച്ചും അതുപോലെ ആ ജനവിഭാഗങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുഭവിച്ച അവർ നേരിടേണ്ടി വന്ന ശിക്ഷ പോലെയുള്ള ശിക്ഷ നിങ്ങളെയും പിടികൂടും
അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ ക്ഷണത്തിന് ഉത്തരം നൽകുകയുമാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. സൂറത്ത് അങ്കബൂത്തിൻ്റെ 38-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വആദൻ വസമൂദ വഖദ് തബയ്യന ലക്കും മിൻ മസാകിനിഹിം. ആദ് സമൂദ് ഗോത്രങ്ങൾ, ജനവിഭാഗങ്ങൾ, അവരെ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണത്. അങ്ങനെ നിങ്ങൾക്ക് അവരെ അറിയാം. എന്താണ് അവർക്ക് സംഭവിച്ചത്? വസയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും ഫസ്വദ്ദഹും അനിസ് സബീലി വകാനൂ മുസ്തബ്സിരീൻ. അവർക്ക് പിശാച് അവരുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി കാണിക്കുകയും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുകയും ചെയ്തതുകൊണ്ട് അവർ കാര്യങ്ങൾ കണ്ടറിയാൻ കഴിവുള്ളവരായിരുന്നു. പക്ഷേ ആ അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് കണ്ടറിഞ്ഞത് മനസ്സിലാക്കുന്നതിന് പകരം നിഷേധം കാണിച്ചതുകൊണ്ട് നശിപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങളാണ്. അവരവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാം, ഇടതുവശത്തുള്ളത് യമൻ മുതൽ മുന്നോട്ട് പോകുന്ന വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്ന അന്നത്തെ വാണിജ്യപാതയാണ്, ഒട്ടകപ്പാതയാണ്. മദീന കടന്നു പോകുന്നു. മആൻ എന്ന സ്ഥലത്തെത്തുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും രണ്ടായി പിരിയുന്നു. നമുക്കറിയാം, സൂറത്ത് ഖുറൈശിൽ അവരുടെ 2 തണുപ്പ് കാലത്തും വേനൽക്കാലത്തുമുള്ള വാണിജ്യ സഞ്ചാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് തെക്കോട്ട് യമനിലേക്കും ഒന്ന് വടക്കോട്ട് ഷാമിലേക്കുമാണ്. ആ വഴിയാണ്. രണ്ടാമത്തെ മാപ്പിൽ നമുക്ക് കാണാം മദായിൻ സാലിഹ് എന്നെഴുതിയിട്ടുള്ള സ്ഥലമാണ്. ഇന്നത്തെ അതിൻ്റെ പേരതാണ്. പഴയ ഹിജ്ർ പ്രദേശമാണ് മദായിൻ സാലിഹ് എന്ന പേരിൽ അവിടെ അൽ ഉല അതിൻ്റെ തൊട്ടടുത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്ന് യുനെസ്കോയുടെ ചരിത്ര സംരക്ഷിതമായ പ്രദേശമാണ്. നമുക്കതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ സൗദി യാത്രകളിൽ ആ സ്ഥലങ്ങൾ സന്ദർശിച്ചവരുണ്ടാകും. ഇന്നവിടെ അതിൻ്റെ ബാക്കി നിൽക്കുന്ന അടയാളങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ചിത്രങ്ങൾ. അവർ പ്രത്യേകമായി അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു ശക്തി, അവരുടെ പ്രത്യേകതയിൽപ്പെട്ടതായിരുന്നു. അവർ മലകൾ തുരന്ന് വീടുകളുണ്ടാക്കുന്ന വിഭാഗമായിരുന്നു. അതിനവർക്ക് വലിയ കഴിവുണ്ടായിരുന്നു. അന്ന് അവർ നിർമ്മിച്ച വീടുകൾ ആ സമൂഹം പറ്റ നശിപ്പിക്കപ്പെട്ടിട്ടും ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പോയി കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ചരിത്ര സഞ്ചാരം നടത്തി ഇതിനെക്കുറിച്ച് അവിടെയുള്ള അപ്പോഴത്തെ അവശിഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ആധുനിക കാലത്ത് രേഖപ്പെടുത്തിയത് ഇംഗ്ലീഷുകാരനായ ചാൾസ് മൊണ്ടാഗു ഡൗട്ടി എന്ന് പറയുന്ന ഒരു യാത്രക്കാരനാണ്. ഒരു സഞ്ചാരിയും ചരിത്ര ഗവേഷകനുമായിരുന്നു അദ്ദേഹം. 1888 അദ്ദേഹം പുറത്തിറക്കിയ ട്രാവൽസ് ഇൻ അറേബ്യ ഡെസർട്ട എന്ന പുസ്തകത്തിൽ ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള, അവിടെ അദ്ദേഹം കണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരണങ്ങളുണ്ട്. അപ്പം അതിൽ ആ കാലത്ത് അവരുണ്ടാക്കിയ വീടുകളെക്കുറിച്ചും ആ വീടുകളിലുള്ള സൗകര്യങ്ങളെക്കുറിച്ചും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്താവളങ്ങളെക്കുറിച്ചും നിലനിൽക്കുന്ന അവശിഷ്ടങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കേട്ടുപരിചയമുള്ള ലോറൻസ് ഓഫ് അറേബ്യ എന്ന ഇതിന് ശേഷം വന്ന ചരിത്രകാരൻ ഈ പുസ്തകത്തിലെ വിവരണങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുകയും അദ്ദേഹം സഞ്ചരിക്കുകയും ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തതായിട്ടൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ താമസ സ്ഥലത്തെക്കുറിച്ചാണ്, ഈ താമസ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു ഈ സമുദായത്തെ ഓർമ്മപ്പെടുത്തിയത്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഖുർആനിൽ ധാരാളം സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. സൂറത്ത് ഹൂദിൽ, അതുപോലെ തന്നെ സൂറത്ത് ആറാഫിൽ, ഷുഅറായിൽ, നംലിൽ, ഫുസ്സിലത്തിൽ, അങ്കബൂത്തിൽ, അങ്ങനെ ധാരാളം സൂറത്തുകളിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗങ്ങൾ പരിശോധിച്ചാൽ അവരുടെ ഒരു ചരിത്രവും സാലിഹ് നബി അലൈഹി ഇസ്ലാം അവരോട് നടത്തിയ പ്രബോധനത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ അവരുടെ മറുപടികളൊക്കെ നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ അള്ളാഹു പറയുന്നു ഇല സമൂദ അഖാഹും സ്വാലിഹ. വേറെ അതിനു മുമ്പ് ഹൂദ് നബിയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെ അള്ളാഹു നിയോഗിച്ചു. കാല, അദ്ദേഹം പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തോട് ഏറ്റവും പ്രഥമമായും പറയുന്ന കാര്യം, യാ ഖൗമി അബ്ദുല്ലാഹ്, എൻ്റെ ജനമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. മാ ലഹും മിൻ ഇലാഹിൻ ഗൈരി, അവനല്ലാതെ നിങ്ങൾക്ക്
മറ്റൊരു ഇലാഹില്ല തന്നെ. എന്തുകൊണ്ടാണ് റബ്ബിനെ ആരാധിക്കണമെന്ന് പറയുന്നത്? ഹുവ അൻഷഅക്കും മിനൽ അർദി, നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയവനവനാണ്. വസ്തഅമറക്കും ഫീഹ, അവിടെ നിങ്ങളെ അധിവസിപ്പിച്ചവനവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഫസ്തഗ്ഫിറൂഹു, നിങ്ങൾ പാപമോചനം തേടണം. സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ റബ്ബ് സമീപസ്ഥനും അതുപോലെ തന്നെ ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരുമാണ് എന്നൊക്കെ അദ്ദേഹം അവരെ ക്ഷണിച്ചു. ആ ജനവിഭാഗത്തെ അവർ വിഗ്രഹാരാധകരായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സമൂഹം അന്നത്തെ അവർ ജീവിക്കുന്ന കാലത്ത് ഒരു പരിഷ്കൃത സമൂഹമായിരുന്നു. വളരെ സമ്പൽ സമൃദ്ധിയുള്ളൊരു വിഭാഗമായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ റോമക്കാരുടെ സഹായ സൈന്യമായി വർത്തിച്ചിരുന്നു എന്നൊക്കെ കാണാൻ പറ്റും. അവരുടെ ശരീരപ്രകൃതി തന്നെ വലിയ തടിമുടുക്കുള്ള വലിയ ആകാരമുള്ള ആചാരബാഹുക്കളായ ആളുകളായിരുന്നു. അതുപോലെ അവർ നല്ല ആരോഗ്യമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഈ പർവ്വതങ്ങളൊക്കെ തുരന്ന് സമതലങ്ങളിൽ അവർ നല്ല വലിയ വീടുകളുണ്ടാക്കി. അതുകൂടാതെ പർവ്വതങ്ങൾ തുരന്ന് അവർ പാർപ്പിടങ്ങളുണ്ടാക്കി. അങ്ങനെ ഭൗതികമായി വളരെ ഉന്നതി പ്രാപിച്ച ആ സമൂഹം പക്ഷേ വിശ്വാസപരമായി വളരെ ജീർണതയിലായിരുന്നു. അവർ വിഗ്രഹാരാധകരായിരുന്നു. ആ ജനവിഭാഗത്തെയാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ആരാധിക്കാൻ പറയുമ്പോൾ അവരുടെ മറുപടി യാ സ്വാലിഹു ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ. അവരെ ആ ക്ഷണത്തിന് നേർക്ക് നേരെ ഉത്തരം പറയുന്നതിന് പകരം അതവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് അവരുടെ പാരമ്പര്യ സ്വഭാവം വിശ്വാസം തുടരാനാണ് താല്പര്യം. അപ്പോൾ അവർ വേറൊരു രീതിയിലാണ് അതിന് മറുപടി പറയുന്നത്. ഇപ്പോഴും നമുക്ക് ആളുകളെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ശൈലി കേൾക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് നിൻ്റെ കാര്യത്തിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കിടയിൽ ഒരു വേണ്ടപ്പെട്ട ആളായി മർജൂവൻ എന്ന് പറഞ്ഞാൽ അഭിലഷിക്കപ്പെടുന്ന പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. എന്നിട്ട് ആ നീ ഇപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറയാണോ എന്ന രീതിയിലാണ് അവരുടെ മറുപടി. അവർ ചോദിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിക്കുന്നതിനെ നീ തടയുകയാണോ? വഇന്നനാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഊനാ ഇലൈഹി മുരീബ്. എന്നാൽ നീ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ സംശയത്തിലാണ്, അവിശ്വാസജനകമായ സംശയത്തിലാണ്, ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് വീണ്ടും കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ബയ്യിനത്ത്, ഒരു വ്യക്തമായ ദൃഷ്ടാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ വആതാനി മിൻഹു റഹ്മ, അവൻ എനിക്ക് റഹ്മത്ത് കാരുണ്യം ചെയ്തിരിക്കുന്നു. ഇവിടെ റഹ്മത്ത് നുബുവത്താണ്. ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ അസൈതുഹു ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ എന്നെ സഹായിക്കാൻ പിന്നെ ആരാണുണ്ടാവുക? നിങ്ങളുടെ ഈ നിലപാടനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എനിക്ക് നഷ്ടം മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചു പറയുന്നു. ഇങ്ങനെ വേറെ പിന്നെ സൂറത്തുകളിൽ വേറെ രീതിയിൽ അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വീണ്ടും ഉപദേശിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ അവരുടെ പ്രതികരണം മറ്റു പ്രവാചകന്മാരോടൊക്കെ അവരുടെ ജനത ചോദിച്ചതുപോലെ തന്നെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ വേണം, അമാനുഷികമായ തെളിവുകൾ വേണം എന്ന രീതിയിൽ അവർ ആവശ്യപ്പെടുന്നുണ്ട്. വേറെ സൂറത്തിൽ നമുക്ക് കാണാം, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലേ, അപ്പോൾ വ്യക്തമായ ഒരു തെളിവ് ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. അങ്ങനെ അവർ പല പ്രാവശ്യം ആവശ്യപ്പെട്ട ആ ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറയുന്നു, എന്താ പറയുന്നത്, വയാ ഖൗം ഹാദിഹി നാഖത്തുല്ലാഹ് ലക്കും ആയ, എൻ്റെ ജനങ്ങളെ നിങ്ങൾക്കിതാ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു ഒട്ടകം, അള്ളാഹുവിൻ്റെ ഒരു ഒട്ടകം നിങ്ങൾക്കതൊരു ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റേതാണ്. പക്ഷെ ചില സംഗതികൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് അതിൻ്റെ മഹത്വം കാണിക്കാനാണ്. ബൈത്തുള്ള എന്ന പള്ളിയെപ്പറ്റി പറയുന്നത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് അതിനെ തശ്രീഫ് ചെയ്യാനാണ്. അതുപോലെ ഇവിടെ അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ സാധാരണ അവിടെ അവരുടെ നാട്ടിൽ മരുഭൂമിയിൽ നടക്കുന്ന ഒട്ടകങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഒട്ടകമല്ല, മറിച്ച് അള്ളാഹു പ്രത്യേകമായി അവർക്ക് ദൃഷ്ടാന്തമായി ഇറക്കിക്കൊടുത്ത ഒരു ഒട്ടകം. ഫദറൂഹ, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പാട്ടിന് വിടണം. തഅക്കുലു ഫീ അർദില്ല, അത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ തിന്ന് നടന്നുകൊള്ളട്ടെ. വലാ തമസ്സുഹ ബിസൂഇൻ, നിങ്ങളതിന് യാതൊരു നിലക്കുള്ള ഉപദ്രവവും വരുത്താൻ പാടില്ല. ഫയാഖുദകും അദാബുൻ ഖരീബ്, നിങ്ങളങ്ങനെ വല്ല ഉപദ്രവവും അതിന് വരുത്തിയാൽ
വളരെ പെട്ടെന്നുള്ള ഒരു ശിക്ഷ നിങ്ങളെ പിടികൂടും എന്ന് എല്ലാ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ട് അത് നൽകപ്പെട്ട സമുദായങ്ങൾക്കും കൊടുക്കപ്പെട്ട ഒരു താക്കീതാണ്. വലിയ നിലക്കുള്ള ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിശ്വസിക്കാത്ത ആളുകൾക്ക് വമ്പിച്ച ശിക്ഷയുണ്ടാകും, വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടാകും. അപ്പോൾ ഇവർ ചോദിച്ച് അവർക്കൊരു ദൃഷ്ടാന്തം നൽകിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറയണം, നിങ്ങളതിനെ ഉപദ്രവിക്കരുത്, അതിൻ്റെ പാട്ടിന് വിടണം, അത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. അങ്ങനെ ഉപദ്രവം വരുത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ശിക്ഷ ബാധിക്കും. എന്ന് മാത്രമല്ല പിന്നെ അവരുടെ പ്രതികരണം എന്താണെന്നുള്ളതാണ് പിന്നെ പറയുന്നത്. പിന്നീട് അവരതിനെ അറുക്കുന്നുണ്ട്, അത് വേറെ സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അനുഭവത്തിൽ അത്ഭുതകരമായൊരു ഒട്ടകമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഒട്ടകം ഒരു പാറ പൊട്ടിപ്പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന്. പക്ഷെ അതിനെ സ്ഥിരപ്പെടുത്തുന്ന ഒന്നും ഖുർആനിലും ഹദീസിലൊന്നും കാണാനില്ല. ഞാൻ അത് അങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വല്ല തെളിവുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷേ ഷെയ്ഖ്മാരൊക്കെ പറയുന്നുണ്ട് അത് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നുള്ള അതിന് തെളിവൊന്നുമില്ല. ഏതായാലും അതൊരു വമ്പിച്ച അത്ഭുതകരമായ ഒട്ടകമാണ്. കാരണം അള്ളാഹു ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു കൊടുക്കുന്നു. അന്ന് ജനങ്ങൾ അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല, പിറ്റേ ദിവസം ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സമയമാണ്. അങ്ങനെ ഊഴം വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഊഴം വെച്ച് കൊടുക്കണമെങ്കിൽ ഒരു ഒട്ടകത്തിനൊരു ദിവസത്തെ വെള്ളം വിട്ടു കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ശാരീരികമായ വലുപ്പവും പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. എന്നല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തെളിവില്ല. അപ്പോൾ അങ്ങനെ ഊഴം നിശ്ചയിച്ചു കൊടുത്തു. കുറച്ച് ദിവസമൊക്കെ അവർ അതിൻ്റെ പാട്ടിന് വിട്ടു. പക്ഷേ അവർ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി. അങ്ങനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി ഒട്ടകത്തെ അറുത്തു കളയാൻ അവർ തീരുമാനിച്ചു. അവിടെ വളരെ ദുഷ്ടന്മാരായ, നിഷ്ഠൂരന്മാരായ, സമൂഹത്തിനൊരു ഗുണവും ചെയ്യാതെ കുഴപ്പമുണ്ടാക്കി നടക്കുന്ന 9 ആളുകളുള്ള ഒരു സംഘമുണ്ടായിരുന്നു. അവരെയാണ് ആ നാട്ടിലെ പ്രമാണിമാർ ഇതിനെ വകവരുത്താൻ വേണ്ടി സമീപിച്ചത്. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അയാളാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. ഈ സൂറത്തിലെ ഈ സംഭവത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ചുരുക്കം നമുക്ക് സൂറത്ത് ശംസിൽ കാണാൻ പറ്റും. കദ്ദബത് സമൂദു ബിതഖ്വാഹ ഇദിം ബഅസ അഷ്ഖാഹ. ആ സമൂഹം, സമൂദ് ജനത അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കി. എന്നിട്ട് അവരിൽ നിന്ന് അഷ്ഖാഹ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ ഒരുമ്പെട്ട് എഴുന്നേറ്റപ്പോൾ ഈ ഒട്ടകത്തെ കൊന്നുകളയുന്നതിന് വേണ്ടി. അങ്ങനെ അവരതിനെ കൊന്നു. അള്ളാഹു അവർക്ക് തക്കതായ ശിക്ഷ ഉടനെ തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരതിനെ അറുത്ത് കളഞ്ഞു. അതിനെക്കുറിച്ചാണ് ഇവിടെ അടുത്ത ഈ ആയത്തിൽ സൂറത്ത് ഹൂദിൽ തന്നെ പറഞ്ഞ ഫഅഖറൂഹ. അങ്ങനെ അവരതിനെ ദഹബ എന്നാണ് സാധാരണ അറുക്കുന്നതിന് പറയാം. അവിടെ ഉപയോഗിച്ച വാക്ക് അഖറ എന്നാണ്. അത് വളരെ ക്രൂരമായ നിലക്ക് വെട്ടിക്കൊന്നു എന്നാണ്. അങ്ങനെ ഫഅഖറൂഹ ഫഖാല തമത്തഉ ഫീ ദാരികും സലാസത അയ്യാം. അങ്ങനെ അതിനെ കൊന്നു കളഞ്ഞപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ദിവസം സമയമുണ്ട്. ഈ 3 ദിവസം നിങ്ങൾ സുഖിച്ച് നടന്നോളൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ. പക്ഷേ അതിനുശേഷം ശിക്ഷ വരും. ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്. അത് കളവാക്കപ്പെടാത്ത ഒരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. ഫലമ്മാ ജാ അംറുന. അങ്ങനെ നമ്മുടെ കാര്യം, കൽപ്പന വന്നപ്പോൾ നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മത്തിൻ മിന്ന. സ്വാലിഹിനെയും വിശ്വസിച്ച ആളുകളെയും നമ്മുടെ വക്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷിച്ചു. വമിൻ ഖിസ്യി യൗമിഇദിൻ. അന്നേ ദിവസത്തെ അപമാനത്തിൽ നിന്നും അവരെ രക്ഷിച്ചു. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്. നിശ്ചയമായും അല്ലാഹു അതിശക്തനും അതിപ്രതാപവാനുമാണ്. വഅഖദല്ലദീന ളലമു സ്വൈഹ ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ. ആക്രമം പ്രവർത്തിച്ച ആളുകളെ ഒരു സ്വൈഹത്ത്, ഒരു ഘോരമായ ശബ്ദം അവരെ പിടികൂടി. അങ്ങനെ അവർ അവരുടെ വീടുകളിൽ വീണടിഞ്ഞവരായി മാറി. കഅല്ലം യഗ്നൗ ഫീഹാ. അവരവിടെ താമസിച്ചിട്ടേ ഇല്ലാതിരുന്നത് പോലെ. അലാ ഇന്ന സമൂദ കഫറു റബ്ബഹും അലാ ബുഅദൻ ലി സമൂദ്. അറിയുക, സമൂദ് ജനങ്ങൾ അവരുടെ റബ്ബിനെ നിഷേധിച്ചു. അവർക്ക് വിദൂരം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും സംരക്ഷണത്തിൽ നിന്നുമെല്ലാം അവർ വിദൂരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സൂറത്ത് അറാഫിൽ വേറെ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരണം കാണാം. വൈലാ സമൂദ അഖാഹും സ്വാലിഹൻ. അവിടെയും പറഞ്ഞു, യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി നാഖത്തുല്ലാഹി ലക്കും
ആയ അള്ളാഹുവിൻ്റെ ഒട്ടകം ഇതാ നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തം ഫദറൂഹ അതിൻ്റെ പാട്ടിന് വിടണമെന്നൊക്കെ പറഞ്ഞു. വദ്കുറു ഇത് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദിൻ വബവ്വഅകും ഫിൽ അർദ്. നിങ്ങൾ ഓർക്കുക, ആദിന് ശേഷം നിങ്ങൾ അള്ളാഹുവെ പിൻഗാമികളായി കൊണ്ടുവന്നു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ താമസ സൗകര്യം ഒരുക്കി. തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറ, അതിൻ്റെ സമതലങ്ങളിൽ നിങ്ങൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു. വതൻഹിതൂനൽ ജിബാല ബുയൂത, അതിലെ പർവ്വതങ്ങൾ തുരന്ന് നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുന്നു. ഫദ്കുറു ആലാ അല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി അക്രമം കാണിക്കുന്നവരായി തീരരുത്. ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ മല തുരന്ന് വീടുകൾ ഉണ്ടാക്കി എന്നുള്ളത് ഇവിടെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറേ മുമ്പ് പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സമരം നടത്തിയ ആൾക്കാർ പറഞ്ഞത് അവർ മല തുറന്നതുകൊണ്ടാണ് അള്ളാഹു അവർ ശിക്ഷിച്ചത്. മല തുറക്കുക എന്നുള്ളത് പരിസ്ഥിതി വിരുദ്ധമായ കാര്യമാണല്ലോ, അതിനാണ് അള്ളാഹു അവർ ശിക്ഷിച്ചത് എന്ന് പ്രചരിപ്പിച്ചിരുന്നു ചില ആൾക്കാർ. ഇവിടെ അള്ളാഹു അവർക്ക് അതിന് കൊടുത്ത കഴിവും സൗകര്യവും ഒരു അനുഗ്രഹമായിട്ട് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. എന്തിനും അമിതമായിട്ട് ചൂഷണം ചെയ്യരുന്നുള്ളത് വേറൊരു വശമാണ്. പക്ഷേ അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഖുർആൻ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നുള്ളതൊട്ട് ശരിയായൊരു കാര്യമല്ല. അപ്പോൾ അവിടെ അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹം എടുത്തു പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ പ്രമാണിമാർ, എപ്പോഴും പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടാകാറുള്ളത് അത് സമുദായങ്ങളിലെ സാധുക്കളായ ആളുകളാണ് ആദ്യം വിശ്വസിക്കുന്നവരായി ഉണ്ടാവുക. പ്രമാണിമാരായ ആളുകൾ അവരുടെ അധികാരത്തിനും അവരുടെ നേതൃത്വത്തിനൊക്കെ പ്രയാസം വരും എന്ന് ഭയപ്പെട്ടുകൊണ്ടും അവരുടെ പാരമ്പര്യം കൈയൊഴിയാൻ മടിച്ചുകൊണ്ടും ഒക്കെ എതിർപക്ഷത്താണ് നിൽക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെയും ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലില്ലദീന ഇസ്തുദ്ഇഫൂ, ആ കൂട്ടത്തിലെ പ്രമാണിമാരായ ആളുകൾ, അഹങ്കാരം നടിച്ച ആളുകൾ, അവരുടെ കൂട്ടത്തിലെ ദുർബലരായ ആളുകളോട്, അവരിൽ നിന്ന് വിശ്വസിച്ച ലിമൻ ആമന മിൻഹും, വിശ്വാസികളായവരോട് ചോദിക്കുകയാണ്, അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലും മിർ റബ്ബിഹി, ഈ സ്വാലിഹ് അള്ളാഹു അയച്ചതാണ് അവനെ എന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് വിവരം ഉണ്ടായിട്ടാണോ നിങ്ങൾ അത് അംഗീകരിക്കുന്നത്? നിങ്ങളങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതൊരു പരിഹാസ ചോദ്യമാണ്. അപ്പോൾ അവർ പറയുന്നത് ഖാലു ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ, ഞങ്ങൾ സ്വാലിഹിലും വിശ്വസിക്കുന്നു, സ്വാലിഹ് നബി അയക്കപ്പെട്ട എന്തൊന്നുകൊണ്ടാണോ അയക്കപ്പെട്ടത് അതിലും അദ്ദേഹം ഞങ്ങളെ ക്ഷണിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഖാലൽ ലദീന ഇസ്തക്ബറൂ ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ ഞങ്ങൾ നിഷേധിക്കുകയാണ് എന്നവർ അതിനെ നിസ്സാരമാക്കി പരിഹാസത്തോടു കൂടി തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നിട്ട് ഫഅഖറുന്നാക, അവർ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു. വഅതൗ അൻ അംരി റബ്ബിഹിം, അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചു. വഖാലൂ യാ സ്വാലിഹ്, എന്നിട്ട് സ്വാലിഹിനോട് പറഞ്ഞു, നബിയോട് പറഞ്ഞു, ഇഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനൽ മുർസലീൻ, നീ അള്ളാഹ് അയച്ച റസൂൽമാരിൽപ്പെട്ട ആളാണെങ്കിൽ നീ ഈ പറഞ്ഞ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് വെല്ലുവിളിച്ചു. ഫഅഖദതുഹുമുർ റജ്ഫ, അപ്പോൾ അവരെ ഒരു പ്രകമ്പനം പിടികൂടി, റജ്ഫത്ത്. ഫാസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അവരങ്ങനെ അവരുടെ വീടുകളിൽ വീണടിഞ്ഞവരായി. അപ്പോൾ ശിക്ഷിക്കപ്പെട്ട സമൂഹത്തെ വിട്ടുപോകുമ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാം ഫതവല്ല അൻഹും, അവരിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഖാൽ പറയുകയാണ്, യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി, ഞാൻ നിങ്ങൾക്ക് എൻ്റെ റബ്ബിൻ്റെ സന്ദേശം എത്തിച്ചു തന്നു. വനസഹ്തു ലക്കും, നിങ്ങളെ ഞാൻ ഗുണകാംക്ഷയോടുകൂടി ഉപദേശിച്ചു. വലാകിൻ ലാ തുഹിബ്ബൂനൽ അന്നാസിഹീൻ, പക്ഷെ നിങ്ങൾ നാസിഹുകളെ, സതുപദേശം നൽകുന്ന ഗുണകാംക്ഷയുള്ള ആളുകളെ ഇഷ്ടപ്പെടാത്തവരാണ്. ഇത് നമ്മൾ സമൂഹത്തിൽ മൊത്തത്തിൽ കാണുന്നൊരു സംഭവമാണ്. ഉപദേശിക്കുന്നവരെ ഇപ്പോൾ ഉപദേശിക്കുക എന്നുള്ളത് എന്തോ ഒരു വലിയ കുറ്റമായ ഒരു അപരാധമായിട്ടാണ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് പ്രവാചകന്മാർ നേരിട്ടൊരു കാര്യമാണ്. അപ്പം നന്മ ഉപദേശിച്ചപ്പോൾ, അവരെ നന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതവർ സ്വീകരിച്ചില്ല. നമുക്ക് കാണാം ഇവിടെ ആദ്യത്തേൽ പറഞ്ഞത് സ്വൈഹത്ത് അവരെ പിടികൂടിയതാണ്. ഇവിടെ സൂറത്ത് ആറാഫിൽ പറഞ്ഞത് റജ്ഫത്ത്, പ്രകമ്പനം അവരെ പിടികൂടിയതാണ്. ഇനി സമയമില്ലാത്തതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും പറയുന്നില്ല. സൂറത്ത് ഷുഅറായിൽ കുറച്ചുകൂടി വിവരണങ്ങളുണ്ട്. അവിടെ ഫത്തഖുല്ലാഹ വഅതിഉ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറയാം. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ നിങ്ങളോട് കൂലിയൊന്നും ചോദിക്കുന്നില്ല. അതുത്രഖൂന ഫീമാ ഹാഹുന ആമിനീൻ, നിങ്ങളിവിടെ നിർഭയരായി വിട്ടേക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അതായത് ദുനിയാവിൻ്റെ സുഖങ്ങളിൽ, അതിൻ്റെ ആഡംബരങ്ങളിൽ
മുഴുകി ജീവിക്കുന്ന പ്രവാചകന്മാർ ഉപദേശിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാത്തവരോട് ചോദിക്കുകയാണ്, ഇഫി ജന്നാത്തിൻ വഅയൂൻ, ഈ തോട്ടങ്ങളിലും അരുവികളിലും, വസുറൂഇൻ വനഖ്ലി ത്വൽഇഹിം ഹദീം, ഈ ഭാരിച്ച് കുലയൊടിയാറായ നിലക്കുള്ള ഈത്തപ്പഴങ്ങൾ, കൃഷികൾ, ഈത്തപ്പന തോട്ടങ്ങൾ, അതിലൊക്കെ വതൻഹിതൂന മിനൽ ജിബാലി ബുയൂത്തൻ ഫാരിഹീൻ, നിങ്ങൾ ഈ മല തുറന്ന് വീടുകളൊക്കെ ഉണ്ടാക്കി സന്തുഷ്ടരായി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ഫത്തഖുല്ലാഹ വാതിഉൻ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം. വലാ തുതീഉ അംറൽ മുസ്രിഫീൻ, നിങ്ങൾ അതിക്രമകാരികളായ അതിര് കവിഞ്ഞ് പെരുമാറുന്ന ആളുകളുടെ കൽപ്പന നിങ്ങൾ അനുസരിക്കരുത്. പ്രമാണിമാരനുസരിച്ച്, നേതാക്കന്മാരെയും അധികാരികളെയും അനുസരിച്ച് നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നവരോട് പറയണം. എന്താ അവരുടെ കുഴപ്പം? അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു, ഒരു നന്മ അവർ ചെയ്യുകയില്ല, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ അനുസരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്താ? നീ സിഹിർ ബാധിച്ചവനാണ്, നീ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, അതുകൊണ്ട് നീ സത്യം പറയുന്നവനാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം കൊണ്ടുപോവാ. അപ്പോഴാണ് ഈ ഒട്ടകത്തെ ഇറക്കുന്നതും, എന്നിട്ട് ഖാല ഹാദിഹി നാഖത്തുൻ ലഹാ ശിർബുൻ വലക്കും ശിർബു യൗമി മഅലൂം, അതിനൊരു കുടിയുണ്ട്, ആ ഒട്ടകത്തിന് കുടിക്കാനൊരു ഊഴമുണ്ട്, വലക്കും ശിർബുൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഊഴമുണ്ട്, യൗമി മഅലൂം, അറിയപ്പെട്ട ദിവസങ്ങളിൽ, വലാ തമസ്സുഹാ ബിസൂൻ, അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവരതിനെ കൊന്നുകളഞ്ഞതിന് ശേഷം ഫഅസ്ബഹൂ നാദിമീൻ, അവർ ഖേദമുള്ളവരായി മാറി. കാരണം താക്കീത് അവർക്ക് ഓർമ്മയുണ്ട്. അവരവരുടെ ധിക്കാര നിമിത്തം അതിനെ അറുത്ത് കളയുകയും ചെയ്തു. അങ്ങനെ അവർ ഖേദമുള്ളവരായി മാറി. പക്ഷേ ഫഅഖദഹുമുൽ അദാബ്, ശിക്ഷ അവരെ പിടികൂടി. ഇന്ന ഫീ ദാലിക ലആയ, നിശ്ചയമായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. പിൽക്കാലക്കാർക്ക് എല്ലാവർക്കും, നമ്മളടക്കം ഇനി വരാനുള്ളവർക്ക് എല്ലാവർക്കും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരധികം ആളുകളും വിശ്വസിക്കുന്നവരായില്ല, കുറച്ച് ആളുകൾ വിശ്വസിച്ചു. ആ ഒട്ടകത്തെ ദൃഷ്ടാന്തമായി അവതരിപ്പിച്ചപ്പോൾ കുറച്ച് ആളുകൾ വിശ്വസിച്ചു, അധികം ആളുകളും ഈ ധിക്കാരം പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. സൂറത്തുൻ നംലിലും കുറച്ച് അധികമായ വിവരണങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഉള്ളൊരു കാര്യം, വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദ് വലാ യുസ്ലിഹൂൻ, നേരത്തെ പറഞ്ഞ പോലുള്ള ദുഷ്ടന്മാരായ 9 അംഗങ്ങളുള്ള ഒരു സംഘം. അവർ ഈ ഒട്ടകത്തെ അറുത്തു വന്നത് കൂടാതെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ തന്നെ വധിച്ചു കളയാൻ തീരുമാനിച്ചു. അത് ഈ ഒട്ടകത്തെ അറുത്തതിന് ശേഷം ഉള്ള മുന്നറിയിപ്പിൻ്റെ 3 ദിവസങ്ങളിലാണ് എന്നൊരു അഭിപ്രായം കാണുന്നുണ്ട്. അതോ അതിന് മുമ്പാണോ എന്നറിയില്ല. ഏതായിരുന്നാലും ഒട്ടകത്തെ അറുക്കുക എന്നുള്ളത് മാത്രമല്ല, നബിയെ തന്നെ വധിക്കുക എന്നത് അവരുടെ പരിപാടിയായിരുന്നു. ഖാലു, അവർ പരസ്പരം പറഞ്ഞു, തഖാസമൂ ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്യണം. എന്താണ്? ലനുബയ്യിതന്നഹു വ അഹ്ലഹു, നാം രാത്രി സ്വാലിഹ് നബിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂടെയുള്ളവരെയും വധിച്ചു കളയണം. സുമ്മ ലനഖൂലന്ന ലിവലിയിഹി മാ ശഹിദ്നാ മിൻ മഹ്ലിക അഹ്ലിഹി, എന്നിട്ട് സ്വാലിഹ് നബിയുടെ കുടുംബക്കാരോട് പറയണം, നിങ്ങളുടെ കുടുംബത്തിന് വന്ന നാശത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങളതിനെക്കുറിച്ച് അറിയുന്നവരെയല്ല എന്ന് പറയണം എന്നവരെ പരസ്പരം സത്യം ചെയ്യിച്ചു. ഗൂഢാലോചന നടത്തി അങ്ങനെ ചെയ്യാനും അതനുസരിച്ച് ഇങ്ങനെ പറയാനും കൂടി അവർ പരസ്പരം സത്യം ചെയ്ത് തീരുമാനമെടുത്തു. വമഖറു, അങ്ങനെ അവർ കുതന്ത്രം പ്രയോഗിച്ചു. മഖറൻ വമഖർന മഖറ, എന്നാൽ നാം മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത നിലക്ക്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഫൻദുർ കൈഫ കാന ആഖിബത മക്രിഹിം, അവരുടെ കുതന്ത്രത്തിൻ്റെ പര്യവസാനം എങ്ങനെയായി എന്ന് നോക്കൂ. അവർ വീണടിഞ്ഞു. ഇന്ന ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, അവരെയും അവരുടെ ആ സമൂഹത്തെയും നാം തകർത്തടിച്ചു കളഞ്ഞു. ഫതിൽക ബുയൂത്തുഹും ഖാവിയതൻ ബിമാ വലമു, അവർ അതിക്രമം കാണിച്ചതുകൊണ്ട് അവരുടെ ഭവനങ്ങൾ അതാ, അതായത് ഇപ്പോഴും അവിടെ ഉണ്ട്, അതാ ശൂന്യമായി വീണടിഞ്ഞു കിടക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയത്തുൽ ലിഖൗമിൻ യഅലമൂൻ, നിശ്ചയമായും അറിയുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വഅൻജൈനല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അതുപോലെ വിശ്വസിക്കുകയും തഖ്വ കാണിക്കുകയും ചെയ്ത ആളുകളെ നാം രക്ഷപ്പെടുത്തി. ഈ സൂറത്ത് ഫുസ്സിലത്തിലുള്ള ഒരു പരാമർശം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ വഅമ്മാ സമൂദ് ഗോത്രം ഫഹദൈനാഹും, നാം അവർക്ക് ഹിദായത്ത് നൽകി എന്ന് പറഞ്ഞാൽ അവരെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ നാം അവരെ പ്രവാചകനയച്ചു. എന്നാൽ അവരുടെ സമീപനം എന്തായാലും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ, അവർ സന്മാർഗത്തിന് മേൽ അന്ധതയെ അവർ പ്രിയങ്കരമായി തിരഞ്ഞെടുത്തു. സന്മാർഗത്തിൻ്റെ വെളിച്ചം സ്വീകരിക്കുന്നതിന് പകരം നിഷേധത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ,
അന്ധതയാണ് അവർ തിരഞ്ഞെടുത്തത്. ഫഅഖദതുഹും സ്വാഇഖത്തുൽ അദാബ്, അപ്പോൾ നാം അവരെ ശിക്ഷയുടെ ഇടിത്തി നാം അവരെ ബാധിപ്പിച്ചു. അദാബിൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷയുടെ, ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങൾ. ഇവിടെ സ്വാഇഖത്ത് എന്നാണ് പറഞ്ഞത്. അവർക്ക് ബാധിച്ച ശിക്ഷയെക്കുറിച്ച് ഒരു സ്ഥലത്ത് സ്വൈഹത്ത് എന്ന് പറഞ്ഞു, വേറൊരു സ്ഥലത്ത് റജ്ഫത്ത് എന്ന് പറഞ്ഞു, ഇവിടെ സ്വാഇഖത്ത് എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം ചേർന്ന വമ്പിച്ച ഒരു ശിക്ഷയാണ് ഈ 3 ദിവസം കൊണ്ട് അവർക്കുണ്ടായത്. ആ 3 ദിവസം അവരുടെ ഭയം കാരണം അവരുടെ പ്രകൃതം മാറി വന്നതിനെക്കുറിച്ചൊക്കെ ചില വിവരണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതും ഹദീസിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പം ഇങ്ങനെ ആ സമുദായം ശിക്ഷിക്കപ്പെടാനുള്ള കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിക്കാതിരുന്നു, അള്ളാഹുവിൽ പങ്കുചേർത്തു, അതുപോലെ പ്രവാചകന്മാരെ ധിക്കരിച്ചു. പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യത്തിനെതിരെ അവർ തങ്ങളുടെ അഭീഷ്ടം ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ അന്ധത കാണിക്കുകയും ചെയ്തു. പ്രവാചകനെ തന്നെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചു. പ്രവാചകൻ മുഖേന അവർക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തത്തെ അവർ വളരെ ധിക്കാരപൂർവം അറുത്തു കളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള അതിക്രമം കാണിച്ച ജനവിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ആ ചരിത്രം പിൽക്കാലക്കാർക്ക് സ്മരിക്കുന്നതിനും ഗുണപാഠമാകുന്നതിനും വേണ്ടി അതിൻ്റെ അടയാളങ്ങൾ അള്ളാഹു ഇവിടെ ബാക്കി നിർത്തുകയും ചെയ്തു. സൂറത്ത് ഖമറിലും സൂറത്ത് ദാരിയാത്തിലും അതുപോലെ സൂറത്ത് നജ്മിലും അൽഹാഖയിലും ഫജ്റിലും നേരത്തെ പറഞ്ഞ സൂറത്ത് ഷംസിലുമൊക്കെ ഇതിൻ്റെ വ്യത്യസ്തമായ വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ഥലത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കടന്നു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകാൻ പറയുകയും, ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ പോകരുത്. ലമ്മാ മറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹിജ്ർ ഖാൽ ലാ തദ്ഖുലൂ മസാകിന അല്ലദീന ളലമു അൻഫുസഹും. വേറൊരു സ്ഥലത്ത് അൽ മുഅദ്ദബീൻ എന്ന് പറയുന്നുണ്ട്. സ്വന്തത്തോട് അക്രമം ചെയ്ത ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ വാസസ്ഥലങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഐ യുസീബക്കും ആസാബഹും, അവരെ ബാധിച്ചത് നിങ്ങളെയും ബാധിക്കാതിരിക്കട്ടെ. ഇല്ല അൻ തകൂനു ബാക്കീൻ, അങ്ങനെ അതിൽ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ കരയുന്നവരായിക്കൊണ്ട് കടന്നു പോകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മഖന്ന റാസഹു വഅസ്റ അസ്സൈറ ഹത്താ ജാസൽ വാദി, തല താഴ്ത്തുകയും ആ താഴ്വര വിട്ട് കടക്കുവോളം തൻ്റെ വാഹനമൃഗത്തെ വളരെ വേഗത്തിൽ ഓടിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. വേറൊരു ഹദീസിൽ ഒരിക്കൽ അവിടെ ഇറങ്ങിയ ബുഖാരിയിലുള്ള ഹദീസാണ് രണ്ടും. അന്നന്നാസൻ അസലുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദ സമൂദ്, സമൂദിൻ്റെ സ്ഥലത്ത് നബിയോടൊപ്പം ജനങ്ങൾ ഇറങ്ങി അൽ ഹിജ്ർ അവിടെ ഫസ്തഖൗ മിൻ ബിഇരിഹ, എന്നിട്ട് അതിലൊരു കിണറിൽ നിന്ന് വെള്ളമെടുത്തു. വഅതജനു ബിഹി, അതുകൊണ്ട് മാവ് തയ്യാറാക്കി. ഫഅമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഹ്രിഖു മസ്തഖൗ മിൻ ബിഇരിഹ, അത് ആ കിണറിൽ നിന്നെടുത്ത വെള്ളം ഒഴിച്ചു കളയാനും. വയഅലിഫു ലിബലൽ അജീൻ, ഈ തയ്യാറാക്കിയ മാവ് ഒട്ടകങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാനും. വഅമറഹും അൻ യസ്തഖൂ മിനൽ ബിഇരില്ലതി കാനത് തരിദുഹന്നാഖ, ആ ഒട്ടകം വെള്ളം കുടിച്ചിരുന്ന ആ വെള്ളത്താവളത്തിൽ നിന്ന് കിണറിൽ നിന്ന് വെള്ളം എടുത്തു കൊള്ളുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു എന്ന് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങൾ, ഇപ്പോൾ അതൊക്കെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അത്തരം സ്ഥലങ്ങളിൽ അഥവാ പോവുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയം നിലനിർത്തി ഇതിൻ്റെ ഗുണപാഠങ്ങൾ ഓർത്തുകൊണ്ട് കരയുന്നവരും ഖേദമുള്ളവരുമായി വേണം അത്തരം സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുവാനെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള, നാക്കത്ത് എന്ന് പറഞ്ഞത് പെണ്ണൊട്ടകമാണ്. നാക്കത്ത് എന്ന് പറയുന്ന പെണ്ണൊട്ടകത്തിനാണ്. ജമൽ എന്ന് പറഞ്ഞാൽ ആണൊട്ടകമാണ്. ഇബിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഒട്ടകവും പെടും, ആണും പെണ്ണും ഒക്കെ പെടും, പൊതുവായിട്ടാണ് പറയുക. ബഈർ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്ന ഒട്ടകം. ഓരോന്നും പിന്നെ പ്രായത്തിനനുസരിച്ചൊക്കെ ഒട്ടകത്തിന് വ്യത്യസ്ത വാക്കുകൾ അറബിയിലുണ്ട്. അപ്പം നാക്കത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണൊട്ടകമാണ്. അള്ളാഹു ദൃഷ്ടാന്തമായി അയച്ചത് ഒരു പെണ്ണൊട്ടകത്തെയായിരുന്നു എന്നുകൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിന് വേണ്ടി നടത്തിയ നസീഹത്തോടു കൂടിയുള്ള ഉപദേശത്തിന് താല്പര്യം മനസ്സിലാക്കാനും അവരുടെ സമുദായങ്ങൾ അവരോട് കാണിച്ച നിഷേധാത്മകമായ ധിക്കാരപൂർവമായ സമീപനം, അതിനവരെ പ്രേരിപ്പിച്ച കാരണങ്ങളൊക്കെ ഇന്നും നിലവിലുണ്ട്. ദുനിയാവിനോടുള്ള, അധികാരത്തോടുള്ള, സ്വന്തം ജീവിത അഭീഷ്ടങ്ങളോടുള്ള താല്പര്യമാണ്. അത്തരം കാര്യങ്ങൾ, പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിമുഖത കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാതിരിക്കാനും കൂടി ഇത്തരം പാഠങ്ങൾ നമ്മളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക, വിശ്വസിക്കുന്നവർക്കും
സത്യത്തെ പിന്തുണക്കുന്നവർക്കും അതിൻ്റെ കൂടെ നിൽക്കുന്നവർക്കുമാണ് ഭൗതികമായ ശക്തിയും അതുപോലെ തന്നെ സന്നാഹങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ വളരെ നിസ്സാരമാണ് എന്നിങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ചരിത്രം പഠിക്കാനും ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹിദായത്ത് അതിൻ്റെ വില മനസ്സിലാക്കി അത് കാത്തു സൂക്ഷിക്കാനുമെല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിഖ്വാനിന സബഖനാ ഫിൽ ഈമാൻ വലാ തസ്ഗിൽ ഫി ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.